സ്ത്രീകൾക്ക് കയറാം, പുരുഷന്മാർക്ക് കയറാം, ആർക്ക് വേണമെങ്കിലും കയറാം. അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ചയായ മഹാരാജാസ് കോളേജിലെ ആ ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊന്നാണ് മഹാരാജാസ് കോളേജ്. ആ കോളേജിൽ നിന്ന് പല വിവാദങ്ങളും വരാറുണ്ട്. അതിനൊക്കെ അവർ പറയുന്ന ന്യായം സമൂഹത്തിൽ തിരുത്തലുകൾ വരുത്തേണ്ട എല്ലായിടങ്ങളിലും ഞങ്ങൾ ഇടപെടുമെന്നതാണ്. ഈ അടുത്ത് അവിടെ നിന്ന് വന്ന ജെൻഡർ സൗഹൃദ ശൗചാലയം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വേണ്ടാത്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള തിരുത്തലാണെന്ന് അവർ പറയുന്നത്. പക്ഷേ അതിന് പറഞ്ഞ അവരുടെ ലോജിക്കാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. അവർ പറയാം, നമ്മൾ വീടുകൾ യൂസ് ചെയ്യുന്ന ഒരേ ടോയ്ലറ്റ് ആണ്, അല്ലാതെ നമ്മൾ ആണിനൊരു ടോയ്ലറ്റ്, പെണ്ണൊരു ടോയ്ലറ്റ്, അച്ഛനൊരു ടോയ്ലറ്റ്, അമ്മയ്ക്കൊരു ടോയ്ലറ്റ് എന്ന സംഭവം നമ്മൾ വെക്കുന്നില്ല. നമ്മൾ ഒരു ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ വാപ്പുണ്ടാകും, ഉമ്മ ഉണ്ടാകും, ജ്യേഷ്ഠനുണ്ടാകും, അനിയനുണ്ടാകും, സഹോദരന്, സഹോദരി, കുട്ടികൾ, വലിയവർ എല്ലാവരും ഉണ്ടാകും. പക്ഷേ വീട്ടിൽ ഒരു ടോയ്ലറ്റല്ലേ ഉള്ളൂ, എല്ലാവരും അതാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെയല്ലേ കോളേജുകൾ എന്നാണ്. അതുപോലെയാണോ കോളേജ്? വാപ്പയും ഉമ്മയും പോലെയാണോ കോളേജ്? ഭാര്യയും ഭർത്താവും പോലെയാണോ കോളേജ്? ഭാര്യയും ഭർത്താവും പോകുന്ന സ്ഥലത്ത് സുരക്ഷിതല്ലേ? അവർ രണ്ടുപേരും ഒന്നല്ലേ? അതുപോലെയാണോ കോളേജിലുള്ള എല്ലാ കുട്ടികളും? ആയിരക്കണക്കിന്, നൂറുകണക്കിന്, 100 സ്വഭാവങ്ങളുമായി വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന പല കുട്ടികളുമുള്ള ഒരു ക്യാമ്പസ്. അവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സ്ത്രീകളുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും ടോയ്ലറ്റുകൾ വേറെ വേറെയാക്കുന്നത് അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം എല്ലാവരും ഒരുപോലെ ആവൂല. നല്ല ആളുകളുണ്ടാകും, അതുപോലെ തന്നെ വ്യത്യസ്ത ചിന്താഗതിക്കാരുമുണ്ടാകും. അവരിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ പഴയ ആളുകൾ ആ ഇടങ്ങളെല്ലാം അങ്ങനെ തന്നെ വെച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവർ പറയാ അങ്ങനെയുള്ള ചിന്താഗതിയാണ് തെറ്റ് എന്ന്. ചിന്താഗതി തന്നെയാണ് തെറ്റ്. പക്ഷേ ആ ചിന്താഗതിയുള്ള കുറച്ച് ആളുകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകും. അവരിൽ നിന്നൊരു സുരക്ഷ ലഭിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെയാണോ വിദ്യാഭ്യാസം എന്നത്? ഒരു കോളേജ് എപ്പോഴും മേനി നടിക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും വ്യത്യസ്ത കലകളുടെ പേരിലുമാണ്. ഏറ്റവും അഡ്വാൻസ്ഡായ വിദ്യാഭ്യാസം കൊടുക്കുക, ഏറ്റവും പുരോഗതി പ്രാപിച്ച കലകൾ പുറത്തിറക്കുക, ഇതൊക്കെയാണ് വിദ്യാഭ്യാസം. അതിന് ഇന്ന് കോളേജുകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഞാൻ ആലോചിച്ചു പോവുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഡെഫിനിഷൻ വായിക്കുമ്പോൾ അവിടെ കാണാം, ഒരു അപരിഷ്കൃതനായ, ഒരു സംസ്കാരമില്ലാത്ത, അൺകൾച്ചേർഡായ ഒരു മനുഷ്യനെ സംസ്കാരമുള്ളവനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ആ വിധത്തിൽ നോക്കിയാൽ ഇന്ന് കോളേജുകളിൽ നിന്ന് സംസ്കാരമുള്ള ഒരു കുട്ടിയെ കിട്ടണമെങ്കിൽ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, മറിച്ച് കോളേജുകളിൽ നിന്ന് വരുന്ന പല വാർത്തകളും കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. മയക്കുമരുന്നിൻ്റെയും അതുപോലെ ഡ്രഗ്സിൻ്റെയും അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വങ്ങളുടെയും ഒക്കെ മുറവിളികളും വാർത്തകളുമാണ് ക്യാമ്പസുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇല്ലാതെയാക്കി വിദ്യാഭ്യാസം സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിക്കുക. യൂറോപ്പ് കണ്ടല്ല കേരളക്കാർ പഠിക്കേണ്ടത്. യൂറോപ്പിലെ എല്ലാ തോന്നിവാസങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതൊക്കെയാണ് മനുഷ്യത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും ജെൻഡർ ഇക്വാലിറ്റിയുടെയും ഒക്കെ മാനദണ്ഡമെന്ന് പറയലല്ല. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഒരേ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതല്ല, മറിച്ച് ഓരോരുത്തർക്കും അർഹിച്ച വിധത്തിലുള്ള പരിഗണന നൽകുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തേ മതിയാകൂ. അതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരെയും ആണിൻ്റെ വേഷം സ്ത്രീയെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് ധരിപ്പിക്കുക, അവൾ പേൻ്റ് ധരിച്ചേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇക്വാലിറ്റി അല്ല, അത് സ്വേച്ഛാധിപത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം വരിയുടക്കുന്ന സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തയ്യാറാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും നന്മ ചെയ്യാൻ അനുഗ്രഹമുണ്ടാവട്ടെ.